ഞാനിന്ന് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമായിട്ടുള്ളൊരു കാര്യത്തെക്കുറിച്ച് പറയാനായിട്ടാണ് വന്നത്. വേറൊന്നല്ല, മൊബൈൽ ഫോൺ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് കഴിവതും ഒഴിവാക്കുക. അതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ ഇന്ന് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ക്രൂരകൃത്യങ്ങൾക്കും ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് വന്നിരിക്കുന്നത് മൊബൈൽ ഫോണിൻ്റെ ഉപയോഗമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് എത്രയോ കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്യുന്നു. ഇതൊക്കെ ഈ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം കൊണ്ട് കൂടുതലുകൊണ്ട് പറ്റിപ്പോകുന്നത്. നമ്മൾ ഇന്നലെ ചോദിക്കുക, എല്ലാ പിള്ളേരും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നില്ലേ? ശരിയാണ്, എല്ലാ പിള്ളേരും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. എന്നും തന്നെ നമ്മൾ നമ്മുടെ കുഞ്ഞിന് മൊബൈൽ ഫോൺ കൊടുക്കണോ? ഒരിക്കലും. നമ്മളാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ മൊബൈൽ അഡിക്ഷനിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത്. കാരണം ഒരു 6 മാസമുള്ള ഒരു കുഞ്ഞ് ആഹാരം കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഉടനെ ഫോൺ എടുത്ത് വെച്ച് ഫോൺ കാണിച്ച് അവർക്ക് ആഹാരം കൊടുക്കും. അത് കുട്ടികൾ ശീലിച്ചു വരും. വെറും കൊച്ചു കുഞ്ഞല്ലേ, വലുതാകുമ്പോഴത്തേക്കും നമുക്ക് ആ ശീലം മാറ്റാൻ, പക്ഷേ ഒരിക്കലും അത് മാറ്റാൻ പറ്റത്തില്ല. ചുട്ടയിലെ ശീലം ചുടല വരെ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് ഒരിക്കലും മാറ്റാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഒരിക്കലും കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കഴിക്കാനായിട്ടാണെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ ജോലി നടക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ അടങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടോ ഒക്കെ നമ്മൾ മൊബൈൽ ഫോൺ കൊടുക്കുന്നത് കഴിവതും ഒഴിവാക്കുക. നമ്മളാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ മൊബൈൽ അഡിക്ഷനിലോട്ട് തള്ളിവിടുന്നത്. ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക. നമ്മളായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് തെറ്റ് കാണിച്ചു കൊടുക്കാതിരിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ ഈ നമ്മൾ മൊബൈൽ ഫോണിൽ നിന്ന് ശരിയാണ് ഓൺലൈൻ ക്ലാസ്സുകളും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു സമൂഹത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. പക്ഷേ എന്നാൽ പോലും 10 മണിക്ക് ശേഷം നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു മുറി അടച്ചിട്ട് അതിനകത്തിരുന്ന് മൊബൈൽ ഫോൺ ഉപയോഗിക്കേണ്ട ആ ഒരവസ്ഥ ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക. 10 മണിക്ക് ശേഷം 10 മണിക്ക് മുന്നേ വരെ പഠിക്കാനുള്ളതെല്ലാം മൊബൈൽ ഫോൺ നോക്കി ഇന്ന് പഠിച്ചോട്ടെ, നമുക്കൊരു കുഴപ്പമില്ല. പക്ഷേ കിടക്കാൻ നേരത്ത് പിള്ളേർക്ക് പ്രൈവസി ആയിട്ട് മൊബൈൽ ഫോൺ ആയാലും ലാപ്പായാലും ടാബായാലും എന്തായാലും കുഞ്ഞുങ്ങൾ ഗെയിം കളിക്കാനാണെന്ന് പറഞ്ഞാൽ പോലും കൊടുക്കാതിരിക്കുക. കാരണം അവർക്ക് ആ ഒരു പ്രൈവസിയിലോട്ട് വിട്ട് കഴിയുമ്പം ഈ കുഞ്ഞുങ്ങൾ എന്താ ചെയ്യുന്നത് നമ്മൾ അറിയുന്നില്ല. നാളെ ഇവർ വലിയൊരു ദുരന്തത്തിൽ ചെന്ന് അവസാനിക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തു എന്നുള്ളത്. അതുപോലെ തന്നെ ഒരിക്കലും അവർക്കായിട്ട് മൊബൈൽ ഫോൺ നമ്മൾ കൊടുക്കാതിരിക്കുക. അതായത് അവർ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഡീറ്റെയിൽ എല്ലാം നമ്മുടെ കയ്യിൽ ഇരിക്കണം. ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഡീറ്റെയിൽ എല്ലാം നമ്മുടെ ഇരിക്കണം. കാരണം അവർ കുഞ്ഞുങ്ങളാണ്. അവർക്ക് എന്ത് ചെയ്യണം, എന്ത് തീരുമാനം എടുക്കണം എന്നറിയാനുള്ള പ്രായമായിട്ടില്ലാത്തൊരു പക്വതയില്ലാത്ത പ്രായമാണ്. ആ പ്രായത്തിൽ നമ്മൾ ഒരിക്കലും ഇതുപോലത്തെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാനായിട്ട് മൊബൈൽ ഫോൺ കൊടുക്കാതിരിക്കുക. കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ ഏറ്റവും കൂടുതൽ വഴിതെറ്റി പോകുന്നത് അതുകൊണ്ട് തന്നെയാണ്. കഴിഞ്ഞിടയ്ക്കാണെങ്കിലും പോലും ഇൻസ്റ്റാക്കകത്തൊക്കെ ഫേസ്ബുക്കിലുമൊക്കെ ഒരു ന്യൂസ് വന്നായിരുന്നു. കുറുങ്ങി യുവാവ് ആത്മഹത്യ ചെയ്തതിൻ്റെ വിഷമത്തിൽ 14 വയസ്സുള്ള ഒരു പെൺകുട്ടി പാറമടയിൽ മരിച്ചു എന്നും പറഞ്ഞിട്ട്. എന്താണ് ഇതൊക്കെ? ഈ കുറുങ്ങി യുവാവിനെ എങ്ങനെ പരിചയപ്പെട്ടത്? ഫേസ്ബുക്ക് വഴി. എങ്ങനെയുണ്ട് കാലം പോകുന്ന പോക്ക്? ഒന്നെങ്കിൽ മൊബൈൽ ഫോണുകൾ വഴിയുള്ള ഈ ഓൺലൈൻ പഠനം കോവിഡിൻ്റെ സമയത്തായിരുന്നു അത്യാവശ്യമായിട്ട് വന്നിരുന്നത്. ഇപ്പോൾ ആ സാഹചര്യങ്ങളെല്ലാം മാറി. ഇപ്പോൾ റെഗുലർ ക്ലാസ്സും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഈ ഓൺലൈൻ ക്ലാസ് വെച്ചിരിക്കുന്നത്? ഇനിയിപ്പോൾ ഓൺലൈൻ ക്ലാസ് എല്ലാം കുറച്ചുകൊണ്ട് തന്നെ നമ്മുടെ സ്കൂളുകളിൽ തന്നെ ഇപ്പോൾ ക്ലാസ്സുകളെല്ലാം റെഗുലറായിട്ട് നടക്കുന്നുണ്ട്. ആ രീതിയിൽ തന്നെ പണ്ടത്തെ രീതിയിൽ തന്നെ പോട്ടെ, മൊബൈൽ ഫോൺ ഒരിക്കലും ക്യാമ്പസിനകത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. സ്കൂളുകളിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ള പണ്ടത്തെ നിയമങ്ങൾ തന്നെ ഇനിയും കൊണ്ടുവരുമ്പോഴത്തേക്കിന് പിള്ളേർ അതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഈ സോഷ്യൽ മീഡിയയുടെ ഉപയോഗങ്ങൾ പിള്ളേരെ ഒത്തിരി വഴിതെറ്റിക്കുന്നുണ്ട്. നമ്മളായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരിക്കലും അതിലേക്ക് ചാടിക്കാതിരിക്കുക. അതുപോലെ ഇന്നത്തെ ഈ സമൂഹത്തോട് പറയാനുള്ളത് മൊബൈൽ ഫോൺ കഴിവതും പിള്ളേരിൽ നിന്നും അകറ്റി നിർത്തുക. കാരണം എല്ലാ പിള്ളേരും ഒരേപോലെ ചിന്തിക്കണമെന്ന് നമുക്ക് പറയാം. ഇപ്പം എൻ്റെ കുഞ്ഞും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ട്, അവൻ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് അവളും അടുത്തൊരു കുട്ടിയും നല്ല രീതിയിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കണമെന്ന് നമ്മൾ ചിന്തിക്കരുത്. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്ന കാര്യമാണ്. കാരണം എൻ്റെ കുഞ്ഞിന് ഇന്ന് 3 വയസ്സായി. അവൻ ഇന്ന് മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ നമ്മൾ കൊടുക്കത്തില്ല. അതുകൊണ്ട് തന്നെ അവൻ ആ മൊബൈൽ ഫോൺ വേണ്ടാതാണ്. അവൻ ആഹാരം കഴിക്കാനായിട്ടൊക്കെ ഒന്നുകിൽ TV കാണും, അല്ലെങ്കിൽ വെളിയിറക്കി കൊണ്ടുപോയി ഫുഡ് കൊടുക്കും. ഇതാണ് ഞാൻ ചെയ്യുന്നത്. മൊബൈൽ ഫോൺ ഞാനങ്ങനെ കൊടുക്കാറില്ല. അതുകൊണ്ട് തന്നെ ഒരു വീഡിയോ എടുക്കാനാണെങ്കിൽ പോലും അവൻ അതിനെ നിൽക്കാറുമില്ല. ജസ്റ്റ് ഒരു 2-3 സെക്കൻഡ് ഫോണിലേക്ക് നോക്കിയിരുന്നിട്ട് അവൻ ഇറങ്ങി പോകത്തേ ഉള്ളൂ. അല്ലാതെ അവൻ മൊബൈൽ ഫോൺ എന്ന് പറയുന്ന ഒരു സംഭവം ഉപയോഗിക്കത്തില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരിക്കലും മൊബൈൽ ഫോണിന് അഡിക്റ്റായിട്ടല്ല നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തേണ്ടത്. അവരെ പുറത്തിറക്കി കളിപ്പിച്ച് അവരെ പുറത്ത് കൊണ്ടുപോയി അവരുടേതായ രീതിയിലുള്ള കളികളും കാര്യങ്ങളും നമ്മളും കൂടെ അതിനകത്ത് എൻഗേജഡായി അങ്ങനെയാണ് നമ്മുടെ മക്കളെ വളർത്തേണ്ടത്. ഒരിക്കലും നമ്മളായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേൽ ദൂഷ്യമായിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് ദൂഷ്യം വരുന്ന കാര്യങ്ങൾ ഒരിക്കലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അടിച്ചേൽപ്പിച്ച് കൊടുക്കാതിരിക്കുക. മൊബൈൽ അഡിക്ഷൻ നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് ഏറ്റവും ആദ്യം എത്തിച്ചു കൊടുക്കുന്നത് നമ്മൾ പേരൻസ് തന്നെയാണ്. അതായത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടും അവരെ ഒന്ന് ഒതുക്കി നമ്മുടെ ജോലി നടക്കാൻ വേണ്ടിയിട്ട് അവരെ ഒതുക്കി ഇരുത്താൻ വേണ്ടിയിട്ട് മൊബൈൽ ഫോൺ വെച്ച് കൊടുത്തിട്ട് നമ്മളങ്ങ് പോകും. കാരണം നമ്മുടെ പണി നടക്കുക അവർ നമ്മളെ ശല്യം ചെയ്യാൻ വരില്ല.
അങ്ങനെ ഒരു രീതിക്ക് പോകും. അത് നമ്മളൊക്കെ ഇച്ചിരി ആവാൻ മാറ്റാണ്, പക്ഷേ അത് പിന്നീട് ഒരിക്കലും മാറ്റാൻ പറ്റുന്ന രീതി ആയിരിക്കത്തില്ല. ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഈ മൊബൈലെന്ന് പറയുന്ന അഡിക്ഷൻ എന്ന് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറുന്നോ അന്ന് നമ്മുടെ സമൂഹം നല്ല രീതിയിൽ പോകും. അല്ലെന്നുണ്ടെങ്കിൽ മുന്നോട്ടും ഇതിനപ്പുറവും സംഭവങ്ങൾ ഇനിയും സമൂഹത്തിൽ നടക്കുക തന്നെ ചെയ്യും. നമ്മളായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ദൂഷ്യമായിട്ടുള്ളതൊന്നും എത്തിച്ചു കൊടുക്കാതിരിക്കുക. ഏറ്റവും കൂടുതലായിട്ട് മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ബ്രെയിനിൻ്റെ വളർച്ചയെ തന്നെ അത് ത്വരിതപ്പെടുത്തുന്ന ഒരു സംഭവമാണ്. കാരണം ബ്രെയിനിൻ്റെ വളർച്ചയെ തന്നെ അതില്ലാതാക്കും. പിള്ളേർ പുറത്ത് നടക്കുന്ന ഒന്നും അറിയുന്നില്ല. നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വന്നാൽ അറിയത്തില്ല. അവരോട് വീട്ടിലുള്ളവർ വന്നാൽ അവർ എവിടെയെങ്കിലും പോയാലും അവരെപ്പോഴും മൊബൈൽ ഫോണിനകത്ത്. ഞാൻ പലയിടത്തും നോക്കി കണ്ടിട്ടുണ്ട്. ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കാണാൻ പറ്റും, 1 വയസ്സുള്ള കുഞ്ഞ് വരെ മൊബൈൽ ഫോൺ വെച്ചിട്ടിരുന്ന് കാണുന്നത്. അവർക്ക് പുറമേ നടക്കുന്ന അപ്പുറം ഇപ്പുറം നടക്കുന്ന കാര്യം ഒന്നും അവർക്കറിയണ്ട. അവർക്ക് ഈ മൊബൈൽ ഫോണിനകത്ത് ഇങ്ങനെ നോക്കിയിരുന്നാൽ മതി. എന്ത് കാലമാണ്. ഒരിക്കലും കുഞ്ഞുങ്ങളെ അങ്ങനെ വളർത്തരുത്. അവർ പുറത്തിറങ്ങി കൂട്ടുകൂടി കൂട്ടുകാരുമായിട്ട് അവരുടെ കാര്യങ്ങളായിട്ട് അങ്ങനെ വേണം അവർ വളർന്നു വരാൻ. ഒരിക്കലും മൊബൈൽ ഫോൺ കണ്ടല്ല നമ്മുടെ കുഞ്ഞുങ്ങൾ വളരേണ്ടത്. മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് നമുക്ക് ഉപയോഗമുള്ളൊരു സാധനമാണ്. അതുപോലെ തന്നെ നമുക്ക് ഒത്തിരി ദോഷം ചെയ്യുന്ന ഒരു വസ്തുവാണ്. അതുകൊണ്ട് തന്നെ ഉപയോഗിക്കേണ്ട പോലെ ഉപയോഗിച്ചാൽ നമുക്ക് ആർക്കും ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. പക്ഷേങ്കിൽ അത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെ നാശമാകുന്ന അവസ്ഥയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മൊബൈൽ ഫോൺ കൊടുത്തിട്ട് പോകുന്നതും അവർക്ക് പ്രൈവസി ആയിട്ട് ഉപയോഗിക്കാൻ കൊടുക്കാതിരിക്കുക. കാരണം അവർ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും എല്ലാം നമ്മുടെ കയ്യിലിരിക്കുക. അതുപോലെ തന്നെ അവർക്ക് ഫോൺ കൊടുക്കുമ്പോഴും അവരുടെ കയ്യിൽ നിന്ന് ഫോൺ തിരിച്ച് മേടിക്കുമ്പോഴും അവരതിനകത്ത് ആർക്കൊക്കെ മെസ്സേജ് ഇട്ടു അവരെന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നെല്ലാം നമ്മൾ കറക്റ്റായിട്ട് നോക്കുക. നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരിക്കലും നമ്മളെ ദൂഷ്യവശങ്ങൾ കൊണ്ട് കൊടുക്കാതിരിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരിക്കലും അവരുടെ അച്ഛനും അമ്മയും കള്ളു കുടിച്ച് വളരുന്നതോ അല്ലെങ്കിൽ കള്ളു കുടിക്കുന്നത് കണ്ടൊന്നുമല്ല നമ്മുടെ കുഞ്ഞുങ്ങൾ വളരേണ്ടത്. കാരണം നമ്മുടെ കുഞ്ഞുങ്ങളെ നാളെ ഒരു തെറ്റ് കാണുമ്പോൾ നമ്മൾക്ക് അവരെ ഉപദേശിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഭാഗവും കുറേയൊക്കെ ക്ലിയർ ആയിരിക്കണം. നമ്മളവർക്ക് ഇന്ന് മൊബൈൽ ഫോൺ കൊടുത്തിട്ട് വലുതാകുമ്പോഴത്തേക്കും അവരോട് പറയാം നീ മൊബൈൽ ഫോൺ ഉപയോഗിക്കേണ്ടതെന്നാണ് അവർ ചോദിക്കുക. അമ്മയല്ലേ എനിക്ക് ഫോൺ തന്നത്, അല്ലെങ്കിൽ അച്ഛനല്ലേ എനിക്ക് ഫോൺ തന്നത്, എന്നിട്ട് ഇപ്പം നിങ്ങൾ ഉപയോഗിക്കേണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇന്ന് തന്നെ അവർ തിരിച്ചു ചോദിക്കും. പണ്ടത്തെ പിള്ളേരായിരുന്നു കണ്ടു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും ഒച്ച വെച്ച് കഴിഞ്ഞാൽ പേടിച്ച് മാറി നിൽക്കുന്നതൊക്കെ. പക്ഷേ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ തിരിച്ച് ചോദിക്കാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മൊബൈൽ ഫോൺ എന്ന് പറയുന്ന ആ ഒരു വസ്തു ഒരിക്കലും കൊടുത്ത് ശീലിപ്പിക്കാതിരിക്കും. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ 3 പിള്ളേർ ആത്മഹത്യ ചെയ്തിട്ടിരിക്കുകയാണ് ഗെയിം കളിച്ചിട്ട്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ അതിലെന്തൊക്കെ ചെയ്യുന്നുണ്ട് എടുക്കുന്നുണ്ടെന്നെല്ലാം നോക്കിക്കണ്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. കുഞ്ഞുങ്ങൾക്ക് ഒരിക്കലും ഒരു റൂം അടച്ചിട്ട് ഫോൺ ഉപയോഗിക്കാൻ, ഫോണായാലും ടാബായാലും എന്തായാലും. കാരണം ഒരു 10-18 വയസ്സ് വരെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പ്രൈവസിയുടെ ആവശ്യമില്ല. 18 വയസ്സിന് ശേഷമുള്ള പ്രൈവസിയൊക്കെ മതി. അതുവരെ നമ്മുടെ കയ്യിൽ തന്നെ നമ്മുടെ ഒരാൺകുഞ്ഞാണേലും പെൺകുഞ്ഞാണേലും നമ്മുടെ കൈപ്പിടിയിൽ തന്നെ ഒതുക്കി നിർത്തുക. 18 വയസ്സിന് ശേഷം അവരെ അവരെ പിടിച്ച് കൂട്ടിലടച്ചിടാനല്ല ഞാൻ പറയുന്നത്. പക്ഷേ അവർക്ക് നല്ലൊരു ഫ്രണ്ടും ആയിരിക്കണം മാതാപിതാക്കളും. അതുപോലെ തന്നെ അവർക്ക് തെറ്റ് കണ്ടാൽ തെറ്റാകും, ശരി കണ്ടാൽ ശരിയാകും. അവർക്ക് പറഞ്ഞു കൊടുത്ത് അവരെ വളർത്തുക തന്നെ ചെയ്യണം. നമ്മളൊരിക്കലും നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് തെറ്റെത്തിച്ചു കൊടുക്കാതിരിക്കുക. മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം കഴിവതും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതാണ് നല്ലത്. നമ്മളൊക്കെ ജീവിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ ജീവിച്ച കാലത്ത് എന്താ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു? ഇല്ലല്ലോ. അന്നൊക്കെ ഇത്രയും അക്രമങ്ങളും ഇല്ലായിരുന്നു. ഇന്നും മൊബൈൽ ഫോണിൻ്റെ ഉപയോഗവും സോഷ്യൽ മീഡിയയുടെ ഉപയോഗവും കൂടി വന്നതോടുകൂടിയാണ് ഇത്രയും അക്രമങ്ങളും ഇത്രയും ആത്മഹത്യകളും ഒക്കെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് നമ്മളൊരിക്കലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കാതിരിക്കുക. മൊബൈൽ ഫോൺ ആവശ്യത്തിന് മാത്രം കൊടുത്ത് ശീലിപ്പിക്കുക. കാരണം നാളെ നമ്മളിരുന്ന് കരയുന്നത് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നാളെ എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ കണ്ണുനീര് നമുക്കൊരിക്കലും തീരാൻ പറ്റുന്ന ഒന്നല്ല. ഒരിക്കലും തീരില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ കണ്ണുനീര് ഒരിക്കലും വറ്റത്തില്ല നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഓരോ നീക്കങ്ങളും നമ്മൾ ശ്രദ്ധിച്ച് തന്നെ ഇരിക്കും. എന്ന് പറഞ്ഞാൽ അവരെ കടിഞ്ഞാനിട്ട് മൂക്കേറിട്ട് വളർത്താനായിട്ടല്ല. എന്നുവെച്ചാൽ ഒരു ഏറ്റവും നല്ല കൂട്ടുകാരായിട്ട് നമ്മൾ നിൽക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതായത് എന്തും തുറന്ന് പറയാനുള്ള ഒരു കൂട്ടുകാരായിട്ട് നമുക്ക് മാറാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല കാര്യം അതായിരിക്കും. കാരണം ഞാൻ ഇപ്പോഴത്തെ ഈ ഒരു സമൂഹത്തിൻ്റെ പോക്ക് വെച്ച് കണ്ടിട്ടാണ് ഞാനിതിപ്പോൾ പറയുന്നത്. മൊബൈൽ ഫോൺ ഒത്തിരി ദൂഷ്യം ചെയ്യും. പിള്ളേരുടെ ബ്രെയിൻ വളർച്ചയെ ബാധിക്കും, കണ്ണിന് പ്രശ്നമാക്കും. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ കൂടുതലും ക്രിമിനൽ മൈൻഡിലോട്ട് പോകുന്നുണ്ട്. ഈ ഫ്രീ ഫയർ അതുപോലത്തെ കുറേ ഗെയിമുകളൊക്കെ കളിച്ചിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മൈൻഡ് ശരിക്കും പോകുന്നുണ്ട്.